ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ അപ്ഡേറ്റ്സ്. 2024-26 അധ്യയന വർഷത്തേക്കുള്ള DLED കോഴ്സുമായി ബന്ധപ്പെട്ട് ജനറൽ വിഭാഗം ഗവൺമെൻറ് എയ്ഡഡ് അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലോട്ട് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം DLED കോഴ്സിന് തയ്യാറെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ DLED കോഴ്സുമായി ബന്ധപ്പെട്ട് ലാംഗ്വേജ് വിഭാഗം അപേക്ഷ നേരത്തെ തന്നെ ക്ഷണിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇനിയും അതായത് ഹിന്ദി, ഉറുദു, അറബിക്, സംസ്കൃതി ഈ 4 ലാംഗ്വേജുകളിൽ LPയിലും UPയിലും ടീച്ചറാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുവാനുള്ള ലാസ്റ്റ് ഡേറ്റ് 10/7/2024 വരെയാണ്. അപ്പോൾ അതിൻ്റെ അപേക്ഷ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി അപ്ലൈ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ടുള്ള ലൈവ് വീഡിയോ, കൃത്യമായിട്ട് അപേക്ഷ ഫോം ഫില്ല് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ തന്നെ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ലാംഗ്വേജ് വിഭാഗം അപേക്ഷ കൂടി കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ജനറൽ വിഭാഗം അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ നിരന്തരം ചോദിക്കുന്ന സംശയമാണ്. അപേക്ഷ വിളിച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ എന്താണ് ചെയ്യാത്തതെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതായത് ജനറൽ വിഭാഗം അപേക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 18/7/2024 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ നൽകുവാൻ സാധിക്കുക. എന്നാൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള education.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് വന്നിട്ടില്ല. എന്നാൽ നിലവിൽ പല വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിൽ വെബ്സൈറ്റിലും വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ അഡ്രസ്സിൽ ഓൾറെഡി നോട്ടിഫിക്കേഷൻ ലിങ്ക് വന്നിട്ടുണ്ട്. അതായത് ഇത് ഓരോ ജില്ലാ വൈസ് ആയിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം ഏതെങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് കോളേജിലോ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീഷ്യൽ വെബ്സൈറ്റിലാണ് വരിക. അപ്പോൾ എന്തായാലും നിലവിൽ അപേക്ഷ വിളിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ടാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ അപേക്ഷ രീതി ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ മലപ്പുറം ജില്ലയുടെ അപേക്ഷ കൃത്യമായിട്ട് വിളിച്ചിട്ടുണ്ട്. അതായത് ഏതൊക്കെയാണ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ, അതേപോലെ തന്നെ ഏതൊക്കെയാണ് സ്വാശ്രയ കോളേജിൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ മലപ്പുറം ജില്ലയിൽ വന്നിട്ടുണ്ട്. എന്നാൽ മറ്റു ജില്ലകളുടെ അതായത് കോമൺ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്തായാലും ഇന്ന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾ തിരക്ക് പിടിച്ച് ആരും അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിലവിൽ അപേക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ വിദ്യാർത്ഥി സെറ്റാക്കി വെക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക. അപ്പോൾ എന്തായാലും ഓരോ ജില്ലയിലും അപേക്ഷ വിളിക്കുകയാണ്. ഓരോ ജില്ലയിലും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ പ്രധാന കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥികൾ കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടറാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഓരോ ഘട്ടത്തിലും കൃത്യമായിട്ട് നമ്മുടെ ഈ ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ആരും തിരക്ക് പിടിച്ച്, കാരണം ഇതൊരു ഓഫ്ലൈൻ സംവിധാനത്തിലൂടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ ഓഫ്ലൈൻ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് അപേക്ഷ ഫോം പൂരിപ്പിക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് വന്നാൽ അതൊക്കെ നിങ്ങൾ അഡ്മിഷനെ ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ കാര്യം വളരെ ശ്രദ്ധയോടുകൂടെ മാത്രം അപേക്ഷ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ നിങ്ങൾ അഡ്മിഷൻ സംബന്ധമായിട്ട് അപേക്ഷ ഫോം ഫില്ല് ചെയ്യുന്നത് മുതൽ അപേക്ഷ ഫോം സബ്മിറ്റ് ചെയ്യുന്നതിന് ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ്, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യൽ, അലോട്ട്മെൻറ്റ് രീതി തുടങ്ങിയ എല്ലാ ഘട്ടങ്ങളും അഡ്മിഷൻ സംബന്ധമായിട്ട് നിങ്ങൾക്ക് കോളേജിൽ കിട്ടുന്നത് വരെയുള്ള മുഴുവൻ അപ്ഡേറ്റുകൾ നമ്മുടെ ചാനൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈ കാര്യം ഒരിക്കൽ കൂടി ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് അപേക്ഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ആമുഖമായിട്ട് ശ്രദ്ധിക്കേണ്ട ആ നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. അത് 2024 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത വീഡിയോയിൽ നമ്മുടെ അപേക്ഷ ഫോം ഫില്ല് ചെയ്യുന്ന രീതിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓരോ ഘട്ടമായിട്ട് ചെയ്യുന്നതായിരിക്കും. ഗവൺമെൻറ് എയ്ഡഡ് സെപ്പറേറ്റ് അപേക്ഷ, അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് സെപ്പറേറ്റ് അപേക്ഷ, ഈ രീതിയിൽ 2 സെപ്പറേറ്റ് വീഡിയോ തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലായിട്ട് നമ്മുടെ ഈ വെബ്സൈറ്റിൽ കൂടി വന്നതിന് ശേഷമായിരിക്കും അത് ചെയ്യുക. അപ്പോൾ എന്തായാലും നിലവിൽ മലപ്പുറം ജില്ലയുടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുക്കാം. പക്ഷേ അതും കോമൺ ആയിട്ട് എല്ലാ വിദ്യാർത്ഥികളും കോമൺ ആയിട്ട് എന്താക്കുക, അപേക്ഷ കൊടുത്തിടുക. അപ്പോൾ അതുകൂടി കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രം വിദ്യാർത്ഥികൾ ഫോം ഫില്ല് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. കണ്ണോടിയായിട്ട് വിദ്യാർത്ഥികൾക്ക് DLED കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ കൂടാതെ മറ്റു പ്രധാനപ്പെട്ട ജില്ലാ സംബന്ധമായിട്ടുള്ള, അതായത് ഓരോ ജില്ലയിലും സെപ്പറേറ്റ് ആയിട്ടുള്ള അപേക്ഷ ആയതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലും നടക്കുന്ന അപ്ഡേറ്റ്സുകൾ പരമാവധി വേഗത്തിൽ വിദ്യാർത്ഥികൾക്ക് അറിയുവാൻ വേണ്ടി DLED കോഴ്സിൻ്റെ പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ കരിയർ വേൻ്റെ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ, അതായത് DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ വീണ്ടും രണ്ടാമതായിട്ട് ജോയിൻ ചെയ്യരുത്. കാരണം ചില വിദ്യാർത്ഥികൾ വിവിധ ഗ്രൂപ്പുകളിലോട്ട് ജോയിൻ ചെയ്താൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം നമ്മൾ ഓരോ ഗ്രൂപ്പും ഏഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ഏഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് കോമൺ ആയിട്ട് എല്ലാ ഗ്രൂപ്പിലും ഇൻഫർമേഷൻ വരും. അതുകൊണ്ട് തന്നെ DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെ പരമാവധി അത് പബ്ലിക് ആക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം ഓരോ വിദ്യാർത്ഥികൾക്കും അതിൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്കത് ഷെയർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഗ്രൂപ്പ്.
അതുകൊണ്ട് തന്നെ പരമാവധി ഗ്രൂപ്പിൻ്റെ നല്ല രീതിയിൽ വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിയുടെ ഈ വർഷം അഡ്മിഷൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ മാത്രം ഇതിൽ ജോയിൻ ചെയ്യാനും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് തൊട്ടടുത്ത വീഡിയോകളിൽ വിദ്യാർത്ഥികളുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ലൈവായിട്ട് എങ്ങനെ അപേക്ഷാ ഫോം ഫില്ല് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഘട്ടഘട്ടമായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഡിയുടെ കോഴ്സ് ജനറൽ വിഭാഗം അപേക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്ത അപേക്ഷാ പേജിലോട്ട് പോകുവാൻ പാടുള്ളൂ. അതിലൊന്നാമതായിട്ട് ശ്രദ്ധിക്കുക, അപേക്ഷ പൂർണ്ണമായിട്ടും ഓഫ്ലൈനായിട്ടാണ് പൂരിപ്പിക്കേണ്ടത്. അതായത് ജനറൽ വിഭാഗം ഡിയുടെ കോഴ്സ് എന്ന് പറയുമ്പോൾ LPയിലും UPയിലും പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന യോഗ്യതയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന യോഗ്യതാ പരീക്ഷ നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ മുഴുവനും ഓഫ്ലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അതേപോലെ അപേക്ഷയിൽ ഫോൺ നമ്പർ നിർബന്ധമായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തണം. നിങ്ങളുടെ കൃത്യമായിട്ട് ഫോൺ നമ്പർ സ്വന്തമായിട്ട് ഇല്ലാത്തവരാണ് വീട്ടിലുള്ള ഒരു മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. ഇനി അപേക്ഷ കൊടുക്കേണ്ടത് നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മാർഗമോ ലഭിക്കുന്ന അപേക്ഷകളാണ്. അതായത് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നത് ഓൺലൈനായിട്ടല്ല, നേരിട്ട് അതത് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിൽ പോയിട്ട് അല്ലെങ്കിൽ അഡ്രസ്സിലോട്ട് നിങ്ങൾക്ക് പോസ്റ്റൽ വഴി നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് അയക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അപേക്ഷാ ഫോം പൂരിപ്പിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് ലൈവായിട്ട് നമുക്ക് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ആ കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതേപോലെ ഇമെയിൽ വഴി സമർപ്പിക്കുന്ന അപേക്ഷകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്ന എല്ലാം ഓഫ്ലൈനായിട്ട് പൂരിപ്പിച്ച് തപാൽ വഴി അല്ലെങ്കിൽ നേരിട്ട് കൊടുക്കുന്ന സമ്പ്രദായം മാത്രമാണ്. ഇനി ഗവൺമെൻറ് എയ്ഡ്, സ്വാശ്രയ, മെറിറ്റ് എന്നിവയ്ക്ക് പ്രത്യേകം അപേക്ഷാ ഫോം ലഭ്യമാണ്. അപേക്ഷകൾ ഉചിതമായ ഫോമിൽ പൂരിപ്പിച്ച് നൽകേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ് എയ്ഡിൽ സെപ്പറേറ്റ് അപേക്ഷ, കൂടാതെ സ്വാശ്രയ വിഭാഗം കോളേജിലോട്ട് സെപ്പറേറ്റ് അപേക്ഷ. അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിലും വിദ്യാർത്ഥികൾ അപേക്ഷ നിർബന്ധമായും കൊടുത്തിട്ടും. കാരണം ഗവൺമെൻറ് എയ്ഡിൽ അത്രയും മാർക്കുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് കിട്ടുകയുള്ളൂ. ബാക്കിയുള്ള സ്വാശ്രയ കോളേജിൽ കൂടി വിദ്യാർത്ഥികൾ അത്രയും ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ രണ്ട് വിഭാഗത്തിലും വിദ്യാർത്ഥികൾ സെപ്പറേറ്റ് അപേക്ഷ നിർബന്ധമായിട്ടും കൊടുത്താൽ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം എനിക്ക് നല്ല മാർക്ക് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഗവൺമെൻറ് എയ്ഡ് തന്നെ കിട്ടുമെന്ന് ആരും കരുതരുത്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിലും അതേപോലെ തന്നെ സ്വാശ്രയത്തിനും സെപ്പറേറ്റ് അപേക്ഷ കൊടുത്തിട്ട് അതൊക്കെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഗവൺമെൻറ് എയ്ഡ് അപേക്ഷ കൊടുക്കുന്ന രീതിയും അതേപോലെ തന്നെ സ്വാശ്രയ മെറിറ്റ് അപേക്ഷ കൊടുക്കുന്ന രീതിയും നമ്മുടെ ഈ ചാനൽ തന്നെ നിങ്ങൾ താമസിയാതെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി SSLC +2 സർട്ടിഫിക്കറ്റിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അപേക്ഷയോടൊപ്പം ചേർക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണ്ട പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റാണ് ഇനി പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് SSLCയും +2 ആണ് നിർബന്ധമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് രണ്ടും നിർബന്ധമാണ്. ഈ രണ്ട് സർട്ടിഫിക്കറ്റുകളും നിങ്ങളുടെ പേര് എഴുതിയിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് സൈൻ ചെയ്യണം. അതാണ് സ്വയം സാക്ഷ്യപ്പെടുത്തുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്വന്തം പേര് എഴുതിയിട്ട് സൈൻ ചെയ്യാത്ത ഒരു സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് നമുക്ക് അപേക്ഷയുടെ ഫോം ഫില്ലിംഗ് സമയത്ത് നമുക്ക് ഒന്നുകൂടി നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഇനി ഗവൺമെൻറ് എയ്ഡ് അപേക്ഷയിൽ 5 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പാണ്. അത് ശ്രദ്ധിക്കുക, 5 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് എന്നതിന് ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ടാകും. അതായത് ഗവൺമെൻറ് എയ്ഡ് സെപ്പറേറ്റ് അപേക്ഷ, സ്വാശ്രയ സെപ്പറേറ്റ് അപേക്ഷയാണ്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ഫോമുമായിരിക്കും. അപ്പോൾ ഗവൺമെൻറ് എയ്ഡ് അപേക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 5 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ടൗണിൽ പോയാൽ നിങ്ങൾ അവിടെയുള്ള സ്റ്റേഷനറി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും നിങ്ങൾക്ക് ഈ പറയുന്ന കോഡ് ഫീസ് സ്റ്റാമ്പ് ലഭിക്കും. അത് 5 രൂപയുടെ ഒരു കോഡ് ഫീസ് സ്റ്റാമ്പ് ആയിരിക്കും. അത് ചിലപ്പം 1 രൂപയുടെ 5 എണ്ണമാണ് ലഭിക്കുക, അല്ലെങ്കിൽ 5 രൂപയുടെ തന്നെ ലഭിക്കും. അപ്പോൾ അത് 5 രൂപയുടെ ഒരു കോഡ് ഫീസ് സ്റ്റാമ്പ് നിങ്ങളിവിടെ ഈ പറയുന്ന അപേക്ഷ ഫോമിൽ ഒരു നിർദ്ദിഷ്ട സ്ഥലത്ത് നിങ്ങൾ ഒട്ടിക്കണം. അത് നമുക്ക് അപേക്ഷ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് ഒട്ടിക്കുന്നത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും. ഇനി അതേപോലെ മറ്റ് സംവരണ വിഭാഗത്തിൽപ്പെടുന്ന EWS വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും EWS അവിടെ ഓപ്ഷൻ ഉണ്ട്, അതേന്ന് കൊടുക്കാം. അത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് സ്വന്തം സാക്ഷ്യപ്പെടുത്തിയിട്ട് നിങ്ങൾ അത് അറ്റാച്ച് ചെയ്യണം. ഇനി അതുപോലെ ഭിന്നശേഷിയിൽപ്പെട്ടവരാണെങ്കിൽ അവരും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും അപേക്ഷയോട് കൂടെ വെക്കണം. ഇനി അതേപോലെ എക്സ് സർവീസ്മാൻ, ജവാൻ ആശ്രിതർ എന്നീ കോട്ടയിൽ അപേക്ഷ നൽകുന്നവരാണ്. അവരും നിർബന്ധമായിട്ടും അവരുടെ നിർദ്ദേശപ്രകാരമുള്ള രേഖകൾ സമർപ്പിക്കണം. ഓക്കെ, ഇനി നമുക്ക് സ്വാശ്രയ വിഭാഗത്തിൽ വരികയാണ്. സ്വാശ്രയ വിഭാഗത്തിൽ 5 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പല്ല, പകരം 100 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റാണ്. DD ആണ് എടുക്കുന്നത്. അതായത് നിങ്ങൾ ഒരു ജില്ലയിൽ മാത്രമാണ് നമുക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ, അതായത് DDയുടെ പേരിലാണ് നിങ്ങൾ ഈ പറയുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കേണ്ടത്. അതായത് ഇനിയിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥികളാണെങ്കിൽ ജസ്റ്റ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ കോഴിക്കോട് ജില്ല എന്ന് ജസ്റ്റ് അഡ്രസ്സിൽ എഴുതിയിട്ട് നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിൽ പോയിട്ട് കനറ ബാങ്കോ അല്ലെങ്കിൽ ഏത് ബാങ്കിലും SBI ബാങ്കോ നിങ്ങൾ ജസ്റ്റ് അവിടെ പോയിട്ട് ഡയറക്റ്റ് നിങ്ങൾ അവിടെ ചെന്നിട്ട് DD എടുക്കണം. അപ്പോൾ DDയുടെ ഫോം അവിടെ നിന്ന് തരും. ആ DD ഫോം വാങ്ങാം. അത് അഡ്രസ്സ് എന്താണ്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഏതാണ് നിങ്ങളുടെ ജില്ല, ആ ജില്ലയുടെ അഡ്രസ്സ് നിങ്ങൾ എന്താക്കുക, ജസ്റ്റ് അതിൻ്റെയൊക്കെ അപേക്ഷയുടെ ഫോമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏത് ജില്ലയാണെങ്കിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ തിരുവനന്തപുരം എന്ന് എഴുതിയിട്ട് അതിൻ്റെ അഡ്രസ്സ് ജസ്റ്റ് ആ രീതിയിൽ എഴുതിയിട്ട് നിങ്ങൾ ബാങ്കിൽ കൊടുത്ത് 100 രൂപ നിങ്ങളുടെ പേര് തന്നെയായിരിക്കും. അതായത് അപേക്ഷാർത്ഥിയുടെ ആരാണോ, ഉദാഹരണത്തിന് ഞാനാണെങ്കിൽ എൻ്റെ പേര് ഫുൾ നെയിം തന്നെ എഴുതി കൊടുക്കുക. കാരണം DDയിൽ നിങ്ങളുടെ പേര് കൃത്യമായിട്ട് അപേക്ഷാർത്ഥിയുടെ പേര് തന്നെ അവിടെ നിർബന്ധമായിട്ടും കൊടുക്കുകയും വേണം. ഓക്കെ, ഇതാണ് DD. ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഇനി SC വിഭാഗക്കാർക്ക്
ഫീസിൻ്റെ ഒന്നും ആവശ്യം നേരിട്ട് അവർക്ക് വെക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ ലാംഗ്വേജ് വിഭാഗം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, അത് സെപ്പറേറ്റ് തിരുവനന്തപുരത്ത് തന്നെ നിങ്ങൾ അയച്ചു കൊടുക്കണം. ഇനി സ്പോർട്സ് കോട്ടയിലേക്കുള്ള അപേക്ഷകൾ നേരിട്ട് തിരുവനന്തപുരം സ്പോർട്സ് കൗൺസിലിലേക്ക് എന്താക്കണം, അയച്ചു കൊടുക്കണം. കൂടാതെ ശ്രദ്ധിക്കുക, അതായത് സ്പോർട്സ് കോട്ടയിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളാണ് ഈ പറയുന്ന അപേക്ഷ സെപ്പറേറ്റ് ആയിട്ട് സ്പോർട്സ് കൗൺസിലോട്ട് അയച്ചു കൊടുക്കേണ്ടത്. ഈ അയച്ചു കൊടുത്ത അതേ കോപ്പി നിങ്ങളുടെ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ അഡ്രസ്സിൽ നിർബന്ധമായി നിങ്ങൾ അയച്ചു കൊടുക്കും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അതേപോലെ തന്നെ ന്യൂനപക്ഷ മൈനോറിറ്റി സ്ഥാപനമായിട്ടുള്ള സീതി സാഹിബ് മെമ്മോറിയൽ TTI തിരൂരങ്ങാടിൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷ കോളേജിൽ നേരിട്ട് നൽകേണ്ടതും അപേക്ഷയുടെ ഒരു കോപ്പി മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ സമർപ്പിക്കേണ്ടത്. അപ്പോൾ അതായത് ന്യൂനപക്ഷ മൈനോറിറ്റി സ്ഥാപനമാണ് മലപ്പുറം ജില്ലയിലെ സീതി സാഹിബ് മെമ്മോറിയൽ. അപ്പോൾ ഇവിടെ അപേക്ഷ കൊടുക്കുന്ന മൈനോറിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അപേക്ഷ ഈ പറയുന്ന നമ്മുടെ അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് കൃത്യമായിട്ട് നേരിട്ട് കോളേജിൽ പോയിട്ട് നൽകണം. കൂടാതെ മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ അതേ കോപ്പി നിങ്ങൾ നിർബന്ധമായിട്ടും മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ അഡ്രസ്സിൽ നിങ്ങൾ അയച്ചു കൊടുക്കണം. അപ്പോൾ ഈ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെടുന്ന കോളേജിൽ വിദ്യാർത്ഥികൾ മൈനോറിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കാം. ഓക്കെ. ഇനി അതേപോലെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന ഡേറ്റ് 18 നേരത്തെ നമ്മൾ പറഞ്ഞു. അതിനുള്ളിൽ നിങ്ങളുടെ അപേക്ഷ അവിടെ എത്തിയാൽ മതി. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളാണ് ഡിഎൽഎഡ് അപേക്ഷ നൽകുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിദ്യാർത്ഥികൾ എല്ലാ രേഖകളും ഈ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് അപേക്ഷാ പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ അപേക്ഷയുമായി ബന്ധപ്പെട്ട വീഡിയോയിലോട്ട് പോകാം. തിരക്ക് പിടിക്കരുത്. 18 തീയതി വരെ സമയമുണ്ട്. 18 തീയതിക്കുള്ളിൽ നിങ്ങൾ അപേക്ഷ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിലെത്തിയാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടതിന് ശേഷം മാത്രം വിദ്യാർത്ഥികൾ അപേക്ഷയിലോട്ട് വരിക. അപ്പോൾ എന്തായാലും തൊട്ടടുത്ത വീഡിയോയിൽ ഗവൺമെൻറ് എയ്ഡ് സെപ്പറേറ്റ് അപേക്ഷയും അതേപോലെ തന്നെ തൊട്ടടുത്ത മറ്റൊരു വീഡിയോയിൽ സെൽഫ് ഫിനാൻസ് സെപ്പറേറ്റ് അപേക്ഷയുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നമ്മുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൻ മറക്കാതെ തന്നെ എനാബിൾ ചെയ്ത് വെക്കുവാൻ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് ഒരച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.